കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് കാന്തപുരം പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചെന്നും അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും കാന്തപുരം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുമ്പോഴാണ് കൂടിക്കാഴ്ച. രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനെപ്പറ്റൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. റോഡില്ല, പാലല്ല, വെള്ളമില്ല, ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങളും, പിന്നെ ദരിദ്രർക്ക് വീടില്ല, ചികിത്സിക്കാൻ ആശുപത്രികൾ പോരാ, ഇങ്ങനെ തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് വിവിധ തലങ്ങളിൽ വരുന്നത്. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യമുണ്ടായത്. അതാണത്തെ പോലെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പരമാവധി ചെയ്യാറ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, എപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കാന്തപുരത്തിന്റെ കൂടിക്കാഴ്ച? എന്തൊക്കെ കാര്യങ്ങളാണ് ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്? ദിവ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കാന്തപുരം തന്നെ ഇതെന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമൊന്നും ചർച്ചയായിരുന്നില്ല, പകരം ജനകീയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയായിരുന്നു ഈ ചർച്ചയുടെ ലക്ഷ്യമെന്നാണ് കാന്തപുരം മാധ്യമങ്ങളെ അറിയിച്ചത്. കേരളത്തിൽ നടത്തിയ യാത്രയിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ആളുകളെ കേൾക്കാൻ സാധിച്ചു. അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും 2 നിവേദനങ്ങൾ നൽകിയതായിട്ട് കൂടി കാന്തപുരം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ബ്രാഞ്ച് കുറെ കാലമായിട്ടുണ്ട്, അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം എത്രയും വേഗം ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായിട്ട് കൂടി കാന്തപുരം ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം ഈ ചർച്ച നീണ്ടുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.